എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഉള്ളിൽ എരിയുന്ന കെണി ഇതിനെ ആസ്പദമാക്കി ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ആഫ്രിക്കയിലെ നദികളിലെ രാജാവാണ് മുതല. വെള്ളത്തിൽ വെച്ച് അതിനെ തോൽപ്പിക്കുക അസാധ്യം. എന്നാൽ അവിടുത്തെ ഗിരിവർഗക്കാർ ഈ കരുത്തനായ ജീവിയെ പിടിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, ചെറിയൊരു തന്ത്രം കൊണ്ടാണ്. അവർ ഒരു പക്ഷിയെയോ ചെറിയ മൃഗത്തെയോ വേട്ടയാടി അതിനുള്ളിലെ മാംസം എടുത്തു മാറ്റും. പകരം അതിനുള്ളിൽ നിറയ്ക്കുന്നത് നീറ്റുകക്കയുടെ പൊടിയാണ്, അതായത് ചുണ്ണാമ്പ്. എന്നിട്ട് അതിനെ നദിക്കരയിൽ കൊണ്ടുവയ്ക്കും. വിശന്നു വരുന്ന മുതല ഒന്നും ആലോചിക്കാതെ ആ ഇരയെ ഒറ്റയടിക്ക് വിഴുങ്ങും. വയറ്റിലെത്തിയ ചുണ്ണാമ്പ് ദഹനരസങ്ങളുമായി ചേർന്ന് പുകയാൻ തുടങ്ങും. ഉള്ളിലെ ചൂടും നീറ്റലും സഹിക്കാൻ വയ്യാതെ മുതല നദിയിലെ വെള്ളം ധാരാളമായി കുടിക്കും. വെള്ളം ചെല്ലുന്തോറും ഉള്ളിലെ ചുണ്ണാമ്പ് രാസപ്രവർത്തനം നടന്ന് തിളയ്ക്കാനും വികസിക്കാനും തുടങ്ങും. മുതലയുടെ വയർ വീർത്ത് വരികയും ചെയ്യും. ഒടുവിൽ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ആ കരുത്തൻ തളർന്നു പോകും. അപ്പോൾ വേട്ടക്കാർ വന്ന് അതിനെ നിഷ്പ്രയാസം പിടികൂടും. ഇത് നല്ല ട്രിക്കല്ലേ? ഈ ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ മുതലയെ വേട്ടയാടുന്നത്. ഇനിയും ഈ സ്റ്റോറി നമുക്കെന്താണ് മെസ്സേജ് നൽകുന്നത്, അല്ലെ നാം എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? 1. വിമർശനങ്ങളെ വിഴുങ്ങാതിരിക്കുക. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഇൻ. ചുണ്ണാമ്പ് പോലെയാണ് മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും. മുതല ചെയ്തതുപോലെ അത് അപ്പാടെ വിഴുങ്ങിയാൽ അത് നമ്മുടെ ഉള്ളിലിരുന്ന് നീറാൻ തുടങ്ങും. ആവശ്യമില്ലാത്ത വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. 2. അമിത ചിന്ത ഒഴിവാക്കുക. സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. നീറ്റൽ മാറ്റാൻ മുതല വെള്ളം കുടിച്ച് വയറു വീർപ്പിച്ചതുപോലെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് മനസ്സിൻ്റെ ഭാരം കൂട്ടാറുണ്ട്. അമിത ചിന്ത പ്രശ്നങ്ങളെ വലുതാക്കുകയുള്ളൂ, പരിഹരിക്കുകയില്ല. 3. സ്വയം തളരാതിരിക്കുക. ഡോണ്ട് ലൂസ് ഹാർട്ട്. പുറത്തു നിന്നുള്ള ഒരായുധത്തിനും ആ മുതലയെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അത് തോറ്റത് സ്വന്തം വയറ്റിലെ ഭാരം കൊണ്ടാണ്. ഇതുപോലെ മറ്റുള്ളവരല്ല നമ്മളെ തോൽപ്പിക്കുന്നത്. അവരുടെ വാക്കുകൾ കേട്ട് സ്വയം തളർന്നു പോകുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വിമർശനങ്ങളെ വിഴുങ്ങാതിരിക്കുക, അമിത ചിന്ത ഒഴിവാക്കുക, സ്വയം തളരാതിരിക്കുക. അതിനേവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.